രാഷ്ട്രീയ കേരളമേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിനമാണ് ഇന്ന്. കാരണം ഇ.പി. ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അത് ചർച്ചയാകും. ഒപ്പം ഇ.പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടതും. MK വിനോദുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട്. വിനോദ്, ഇ.പി. ജയരാജൻ്റെ BJP പ്രവേശന ചർച്ചകൾ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുമോ എന്നാണ് അറിയേണ്ടത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരിക്കും? രജനി, തീർച്ചയായും രാഷ്ട്രീയ കേരളം ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന വിഷയം ഇത് തന്നെയാണ്. ഇ.പി. ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടു, സംസാരിച്ചു. ആ വിഷയം തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം AKG സെൻറ്ററിൽ, ഞാൻ ആ AKG സെൻറ്ററിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അവിടെയാണ് ഇന്ന് യോഗം ചേരുന്നത്. ഇ.പി. ജയരാജൻ കണ്ണൂരിൽ നിന്നും യാത്ര തിരിച്ചു. ഇപ്പോൾ എയർപോർട്ടിൽ 7:30 കഴിയുമ്പോൾ എത്തുന്നുണ്ട്. അദ്ദേഹത്തെ കാണാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നലെയും കണ്ണൂരിൽ പറഞ്ഞത് താനിതിൽ കുറ്റക്കാരനൊന്നും അല്ല. ക്ഷമിക്കണം, മാധ്യമങ്ങൾ ഈ സംഭവം വിവാദമാക്കുകയാണ്, എന്നെ ഇരയാക്കുകയാണ്, എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് അതിൽ കൂടിക്കാഴ്ചയിൽ കണ്ടതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള നിലയിലാണ് പറയുന്നത്. മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇ.പി. ജയരാജൻ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമായിരുന്നു. എല്ലാവരോടും സൗഹൃദപരമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇ.പി. ജയരാജൻ. അങ്ങനെ സ്വാഭാവികമായും BJP നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടു സംസാരിച്ചു. അതിലെന്താണ് തെറ്റ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അദ്ദേഹം തന്നെ ആ കൂടിക്കാഴ്ചയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാനും പ്രകാശ് ജാവദേക്കറെ യാത്രക്കിടയിൽ, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ യാത്രക്കിടയിൽ കണ്ടിരുന്നു, അതിലെന്താണ് തെറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല വാർത്തകൾ പുറത്തു വരുന്നത്. പ്രകാശ് ജാവദേക്കറെ സ്വകാര്യമായി തന്നെ മുഖ്യമന്ത്രി കണ്ടിരുന്നു. അതേപോലെ തന്നെ ഇ.പി. ജയരാജനും കണ്ടിരുന്നു. അപ്പോൾ ഇ.പി. ജയരാജൻ കണ്ടത് മാത്രം കുഴപ്പമാകുകയും മുഖ്യമന്ത്രി കണ്ടത് കുഴപ്പമല്ലാതാകുകയും ചെയ്യില്ലല്ലോ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്വാഭാവികമായും ഇ.പി. ജയരാജനെ പൊതിഞ്ഞ് സംസാരിച്ചത്. അങ്ങനെ കണ്ടതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവരുടെയൊക്കെ വിഷമം തെരഞ്ഞെടുപ്പ് ദിവസം ഇത് വാർത്തയായി എന്നുള്ളതാണ്. ചാനലുകളിലടക്കം പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തി. അവർ പുറത്ത് പ്രചാരണ യോഗങ്ങളിൽ, പൊതുയോഗങ്ങളിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ നാഴികയ്ക്ക് 40 വട്ടം അവർ വാപൊളിച്ചാൽ BJP-ക്കെതിരെയാണ് കുറ്റം പറയുന്നത്. അങ്ങനെ പറയുന്ന നേതാക്കൾ രഹസ്യമായി BJP നേതാക്കളുമായി സംസാരവും നടത്തുന്നു, ചർച്ചയും നടത്തുന്നു. ഇതിലെ പൊള്ളത്തരങ്ങളാണ് പ്രധാനമായും ചർച്ചയായത്. അത് തങ്ങളുടെ വോട്ടിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് CPM ഭയപ്പെടുകയാണ്, LDF ഭയപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവലോകനം കൂടി ഇന്നത്തെ യോഗത്തിൽ നടത്തുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഉദ്ദേശിച്ച നിലയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പൊതുവായ വിലയിരുത്തൽ. അങ്ങനെ ഇരിക്കുമ്പോൾ കൂനിന് മേൽ കുരു എന്ന പോലെയാണ് ഇ.പി. ജയരാജൻ വിഷയവും വന്ന് ചേർന്നിരിക്കുന്നത്. LDF-ന്റെ കൺവീനർ കൂടിയാണ് ഇ.പി. ജയരാജൻ. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളും സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം CPI-യുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ബിനോയ് വിശ്വം അദ്ദേഹം പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ കൃത്യമായി അത് ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് CPI-യും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും LDF കൺവീനറിനെതിരെ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ നിന്ന് പോലും വിമർശനമുയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് രൂക്ഷമായി വന്നാൽ ഇ.പി. ജയരാജന് LDF കൺവീനർ സ്ഥാനം പോലും ഒഴിയേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇ.പി. ജയരാജനെ പണിപ്പെട്ടാണ് CPM നേതൃത്വം LDF കൺവീനർ ആക്കി വെച്ചിട്ടുള്ളത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആകാൻ ഏറെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ഇ.പി. ജയരാജൻ. അതിലേറെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടിയില്ല. അതാണ് MV ഗോവിന്ദന് പോയത്. അതിനുശേഷം അദ്ദേഹം പാർട്ടിയിൽ ആക്റ്റീവായിരുന്നില്ല, ഒരു ചടങ്ങിലും അദ്ദേഹം വന്നിരുന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് വളരെ പെട്ടെന്ന് ഇടപെട്ടിട്ട് വിജയരാഘവൻ ഉണ്ടായിരുന്ന LDF കൺവീനർ സ്ഥാനം വളരെ പെട്ടെന്ന് CPM അതായത് വിനോദ് നമ്മളിവിടെ ഒരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്. കാരണം ഈ CPM-നുള്ളിൽ അസ്വസ്ഥത കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്നത് ഇ.പി. ജയരാജന് തന്നെയായിരുന്നു. സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിൽ അദ്ദേഹം പലതവണ പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇ.പിക്കും ഈ CPM എന്നൊരു പാർട്ടിയെ മടുത്തു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ഒപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിവാദങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ താൻ ഈ കാര്യം വെളിപ്പെടുത്തിയത് മാധ്യമങ്ങളോട്. പക്ഷേ ആ ഒരു വെളിപ്പെടുത്തൽ CPM-നാകെ തലവേദനയായിരിക്കുന്നു. ഒപ്പം വിനോദ് പറഞ്ഞതുപോലെ തന്നെ CPI-യും ഇതിനെതിരെ രംഗത്ത് വന്നൊരു സാഹചര്യത്തിൽ ഇന്നത്തെ യോഗം അത് നിർണായകം തന്നെയാണ്. ഇ.പി.യെ സംബന്ധിച്ചിടത്തോളം ഇ.പിക്ക് ഈ ഒരു അവസാനം കിട്ടിയ ഈ ഒരു സ്ഥാനം കൂടെ, അതായത് LDF കൺവീനർ സ്ഥാനം കൂടെ ഇല്ലാണ്ടാകും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ തന്നെയല്ലേ സാധ്യത?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇപിയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കപ്പെടുക. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വളരെ നിർണായകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന നിലപാടുകളാണ് CPMന്റെ ഔദ്യോഗിക നിലപാടുകളായി പുറത്തു വരുന്നത്. പണ്ടുള്ള കാലങ്ങളിൽ അങ്ങനെയല്ല. പാർട്ടി സെക്രട്ടറി ഏറ്റവും അവസാനം ചർച്ചയ്ക്ക് ശേഷം സെക്രട്ടറി കൈക്കൊള്ളുന്ന നിലപാടാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടായി അല്ലെങ്കിൽ നയമായി പുറത്തു വരിക. ഇപ്പോൾ അങ്ങനെയല്ല. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ ശേഷം പിണറായി വിജയനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അദ്ദേഹം ആ യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിനൊപ്പം ബാക്കി അംഗങ്ങളും ചർച്ച രൂപപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആദ്യമേ പറഞ്ഞു EP ജയരാജൻ കുറച്ചുകൂടി ജാഗ്രതയൊക്കെ കാണിക്കണമായിരുന്നു. പക്ഷേ കാലങ്ങളായി EP ജയരാജനെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ EP തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. പ്രതികരണം കേൾക്കാം. ഞാൻ BJP ചേരാൻ ഞാൻ BJP ചേരാൻ ഈ കേരളത്തിൽ എൻ്റെ പൊസിഷൻ നോക്ക്. ആരെങ്കിലും പോയിട്ട് ആ BJP ചേരും? ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ? ഇവരെ പോലെ അല്പബുദ്ധികൾ ചിന്തിക്കുക എന്നല്ലാതെ നിങ്ങൾ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനല്ലേ. ഞാൻ പോയിട്ട് BJP ചേരുമോ കേരളത്തിൽ? അയ്യയ്യ, വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുകൂടെ? ഞാൻ പറയാൻ നിൽക്കണോ? ഈ ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പി വിട്ട് CPMലേക്ക് വരുമെന്നിടയ്ക്ക് വാർത്തകളുണ്ടായിരുന്നു. അതല്ലേ ഞാൻ കേട്ടിരുന്നു. അത് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ആ സ്ത്രീയെ എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല. ഇത് പണ്ടേ തന്നെ അവരുടെ പ്രസംഗമൊക്കെ വളരെ ഓക്കൂടാണെന്നുള്ളത്. ഞാൻ അവരുമായി കാണുകയോ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ എന്തോ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ മാധ്യമപ്രവർത്തകരില്ലേ, നിങ്ങൾ ആ സ്ത്രീ പറയുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നിഷ്പക്ഷമായി പോയി അന്വേഷിച്ചിട്ട് വരും. ഈ ഒരു വർഷം മുമ്പ് നടന്ന കൂടിക്കാഴ്ചയാണ് ജാവദേക്കറുമായിട്ടുള്ളത്. പക്ഷെ അന്ന് പാർട്ടി അറിയിച്ചെങ്കിൽ എന്നെ വന്ന് കാണുന്ന ആളുകൾ മുഴുവൻ ഒരാൾ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നം എന്താണ്? വല്ല രാഷ്ട്രീയ ഡിസ്കഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ? ഒരാൾ എന്നെ വന്ന് കാണും. ഞാനിപ്പോൾ നിങ്ങളിവിടെ വന്ന് എന്നെ കണ്ടു, ഞാൻ പോയി പാർട്ടിയോട് പറയണം. ആരെല്ലാം നമ്മുടെ പാർട്ടി നേതാക്കന്മാർ ഞങ്ങളെ പലരും വരും, കാണും. അങ്ങനെ കണ്ട് പരിചയപ്പെടുന്നതൊക്കെ പോയി പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? അത് പാർട്ടിയെക്കുറിച്ചോ ഈ പൊതുകാര്യത്തെക്കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണ്. ഈ ഘടകകക്ഷികളുടെ അതിർത്തി എങ്ങനെയാണ് കാണുന്ന കൺവീനർ? ഞാൻ എൻ്റെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു അതിർത്തിയും ആരും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്താൽ നിലപാട് പറയുമല്ലോ സ്വാഭാവികം. അല്ലത്, ഞങ്ങൾ ഈ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ്. ഞങ്ങൾ ചർച്ച ചെയ്യും, നിലപാട് സ്വീകരിക്കും. ഇത് എനിക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ നടപടി ചർച്ച എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നെ കാണാൻ ഒരു മുൻ മന്ത്രിയായിട്ടുള്ള ഒരാൾ വരുന്നു, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. പരിചയപ്പെടാനാണെന്ന് പറയുന്നു, പരിചയപ്പെടുന്നു, പിരിയുന്നു. പിന്നെ ഞാനെന്ത് പറയാനാ? അതിനെന്താ നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു പുകമുറയല്ലേ? എന്തായാലും ആരോപണങ്ങളൊക്കെ തന്നെ വീണ്ടും നിഷേധിക്കുന്ന ഒരു രീതി തന്നെയാണ് EP ജയരാജൻ തുടർന്നിരിക്കുന്നത്. വിനോദ്, EP പറഞ്ഞത് കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം തൊടുത്തുവിട്ട് ഇന്നും ഒരു കാര്യം, പ്രകാശ് ജാവദേക്കറുമായിട്ട് താൻ കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടിയിൽ പറയേണ്ട കാര്യം ഇല്ല എന്ന്. തീർച്ചയായും രജനി, അങ്ങനെ തന്നെയാണ്. EP ജയരാജൻ തുടക്കം മുതൽ ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കൂടിക്കാഴ്ചയല്ല, അങ്ങനെ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംവാദമല്ല നടന്നത്. സ്വാഭാവികമായും ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് BJPയുടെ നേതാവായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കർ വരുന്നു. അദ്ദേഹവുമായി ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്നു. അതിലെന്താണ് തെറ്റ്? അത് പാർട്ടിയിൽ അറിയിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഓരോ ദിവസവും ആരെല്ലാമായും കാണുന്നു, പോകുന്ന വഴിക്ക് ആരോടെല്ലാം സംസാരിക്കുന്നു, പൊതുവെ രാഷ്ട്രീയമായിട്ട് ഉള്ള എതിരാളികളോടൊക്കെ തന്നെ സംസാരിക്കുന്നു. അതെന്തിന് പാർട്ടിയെ അറിയിക്കണം? സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് EP ജയരാജൻ പറയുന്ന ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തിനാണ് ഇത് വിവാദമാക്കുന്നത്? ഇതിലെന്താണ് വിവാദമുള്ളത്? ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്ന നടപടിയെടുക്കുമെന്ന് എന്നൊക്കെ പറയുന്നു. എന്താണ് ഇക്കാര്യത്തിലുള്ള പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് EP ജയരാജൻ പറയുന്നത്. ഘടകകക്ഷികളുടെ നേതാക്കളിൽ നിന്നും വ്യക്തമായ വിമർശനമൊന്നും തനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല.
ഇന്ന് യോഗം നടക്കുകയാണ്. യോഗത്തിൽ എന്താ വരുന്നത് എന്ന് നോക്കട്ടെ എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത്. എന്തായാലും സ്വാഭാവികമായും ഈ വിഷയം പാർട്ടിക്കുള്ളിൽ ചർച്ചയാകും, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും. അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ദിവസം ഇത് വാർത്തയായി എന്നുള്ളതാണ്. അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് പൊതുവായ വിലയിരുത്തൽ. ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. പ്രത്യേകിച്ചും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനമാണ് ചർച്ച ചെയ്യുക. തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന്റെ ഭാഗമായി തന്നെ ഇ പി ജയരാജന്റെ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ വാർത്ത പാർട്ടിക്ക് ദോഷം ചെയ്തു എന്നുള്ള വിലയിരുത്തൽ വരും. സ്വാഭാവികമായും ഇ പി ജയരാജനെതിരെ വിമർശനങ്ങൾ ഉയരാം. അതിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഇന്നത്തെ യോഗത്തിന് ശേഷമേ അറിയാൻ കഴിയൂ. എന്തായാലും ഈ വിഷയം രാഷ്ട്രീയ കേരളം സജീവമായി ചർച്ച ചെയ്യുന്നു, രാഷ്ട്രീയ കേരളം നിരീക്ഷിക്കുന്നു. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനാണ് ഇ പി ജയരാജൻ കണ്ണൂരിൽ നിന്നും രാവിലെ വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. ഈ വിഷയം 10 മണിക്ക് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. രജനി, ശരി, എന്തായാലും ഇ പി ആരോപണങ്ങൾ നിഷേധിക്കുക തന്നെയാണ്. അല്പസമയത്തിന് മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ശേഷമുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് താൻ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടിയെ അറിയിക്കേണ്ട കാര്യം ഇല്ല എന്ന്. പക്ഷേ അപ്പോഴും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന ദിവസവും ഇ പിയുടെ ഈ ഒരു നിലപാട് അത് എന്തായാലും പാർട്ടി ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. ഒപ്പം ഇ പിയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥാനത്തിന് കൂടെ ഇളക്കം സംഭവിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാണ്. അതുപോലെ തന്നെ CPI അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി തന്നെ. അതുകൊണ്ട് അത് കൂടുതൽ കുരുക്കിലേക്ക് തന്നെ നീങ്ങുക ചെയ്യും. ഇ പി പക്ഷേ ഇപ്പോഴും ഈ ആരോപണം നിഷേധിക്കുന്ന ആ ഒരു രീതി തന്നെയാണ് തുടർന്നു പോകുന്നത്. അതൊന്നും തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്നൊരു കാര്യം കൂടി ഇ പിയും അതുപോലെ തന്നെ ഇ പിയുടെ പാർട്ടിയും മനസ്സിലാക്കി നന്നായിരുന്നു എന്നാണ് വീണ്ടും പറയേണ്ടിയിരുന്നത്. എന്തായാലും ഇന്ന് രാഷ്ട്രീയ കേരളം കാത്തു നിൽക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്നറിയാൻ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം നോക്കിക്കാണുന്നത്.